2003 വേൾഡ് കപ്പിൽ സച്ചിനായിരുന്നു പ്ലെയർ ഓഫ് ദി സീരീസ്. 61.18 എന്ന ആവറേജിൽ 673 റൺസ് നേടിയ സച്ചിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 89.25 ആയിരുന്നു. 6 അർദ്ധ സെഞ്ചുറികളും 1 സെഞ്ചുറിയും സച്ചിൻ അടിച്ചെടുത്തു. ഏറ്റവും കൂടുതൽ റൺസ് എടുത്തവരിൽ രണ്ടാം സ്ഥാനത്തുള്ള സൗരവ് ഗാംഗുലിയേക്കാൾ 208 റൺസ് കൂടുതലാണ് സച്ചിൻ്റെ റൺ ടാലി എന്നത് സച്ചിൻ മറ്റുള്ളവരെക്കാൾ എത്ര മുന്നിലാണെന്ന് വ്യക്തമാക്കുന്നു. സച്ചിൻ മാജിക്കൽ പെർഫോമൻസ് കാഴ്ചവെച്ച 2003 വേൾഡ് കപ്പിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ വീഡിയോ. വേൾഡ് കപ്പിന് മുമ്പ് നടന്ന 2 ഏകദിന പരമ്പരയിലും സച്ചിൻ്റെ ഫോം മോശമായിരുന്നു. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ 5 മാച്ചുകളിൽ 39 റൺസ് മാത്രമാണ് സച്ചിന് നേടാൻ കഴിഞ്ഞത്. പിന്നീട് ന്യൂസിലൻഡുമായി നടന്ന ടെസ്റ്റ് പരമ്പരയിൽ സച്ചിൻ വിരലിനേറ്റ പരിക്കുമായാണ് കളിച്ചത്. അതിനുശേഷം നടന്ന ഏകദിന പരമ്പരയിലെ ആദ്യ 4 മത്സരങ്ങൾ ആംഗിൾ ഇഞ്ചുറി മൂലം സച്ചിന് കളിക്കാൻ കഴിഞ്ഞില്ല. ടീമിൽ തിരിച്ചെത്തിയപ്പോഴുള്ള സച്ചിൻ്റെ സ്കോറുകൾ 0-1-1 ആയിരുന്നു. മേൽപ്പറഞ്ഞ 2 ഏകദിന പരമ്പരകളിലും 3 അല്ലെങ്കിൽ 4 എന്ന ബാറ്റിംഗ് പൊസിഷനിലാണ് സച്ചിൻ ഇറങ്ങിയത്. വേൾഡ് കപ്പിന് മുന്നോടിയായി കോച്ച് ജോൺ റൈറ്റ് സച്ചിനോട് ഏത് ബാറ്റിംഗ് പൊസിഷനിലാണ് കളിക്കാൻ താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ ടീം മാനേജ്മെന്റ് നിർദ്ദേശിക്കുന്ന ഏത് പൊസിഷനിലും കളിക്കാൻ തയ്യാറാണെന്നാണ് സച്ചിൻ പറഞ്ഞത്. ടീമിനെ നോക്കണ്ട, സച്ചിൻ്റെ ഇഷ്ടം ഏതാണെന്ന് ഒന്നുകൂടി ചോദിച്ചപ്പോൾ ഓപ്പണിംഗ് ആണ് ഇഷ്ടമെന്ന് സച്ചിൻ പറഞ്ഞു. പിന്നീട് വേൾഡ് കപ്പിൽ ഓപ്പണറായാണ് സച്ചിൻ കളിച്ചത്. നെതർലൻഡ്സുമായുള്ള ആദ്യ മത്സരത്തിൽ 72 പന്തിൽ 52 റൺസ് സച്ചിൻ നേടി. ഓസ്ട്രേലിയയുമായുള്ള അടുത്ത മാച്ചിൽ സച്ചിൻ 36 റൺസ് എടുത്തെങ്കിലും ഇന്ത്യ 125 റൺസിന് ഓൾ ഔട്ടായി. അതിനുശേഷം സച്ചിൻ്റെ സ്ഥിരതയും ആക്രമണ ബാറ്റിംഗും വേറെ തലത്തിലെത്തി. ഇംഗ്ലണ്ടുമായുള്ള മത്സരത്തിന് മുന്നോടിയായി ഇംഗ്ലണ്ട് പേസർ ആൻഡി കാഡിക് ഇന്ത്യൻ ടീമിനെയും സച്ചിനെയും ഇകഴ്ത്തി സംസാരിച്ചു. ഇന്ത്യ ഹാസൻ ബീൻ അപ് ടു ദ മാർക്ക്. ബോത്ത് ദെയർ ബാറ്റിംഗ് ആൻഡ് ബോളിംഗ് ഹാവ് ബീൻ അൺഇംപ്രസീവ്. സച്ചിൻ ഈസ് ജസ്റ്റ് ലൈക്ക് അനദർ ബാറ്റ്സ്മാൻ ഇൻ ദ ഇന്ത്യൻ ടീം. ഈ വാക്കുകൾ ഇന്ത്യൻ ടീമിനെ ചൊടിപ്പിച്ചു. കാഡിക് പറഞ്ഞതെന്താണെന്ന് സച്ചിൻ കൃത്യമായി അറിഞ്ഞില്ലെങ്കിലും കണക്ക് തീർക്കാൻ സച്ചിൻ തീരുമാനിച്ചുറപ്പിച്ചു. കാഡിക്കിനെ അനായാസം നേരിട്ട സച്ചിൻ്റെ ഒരു പുൾ ഷോട്ട് ഗ്രൗണ്ടിന് പുറത്തേക്ക് പോയി. അന്ന് കളി കണ്ടവരാരും അത് മറക്കില്ല. പിന്നെ ഒരു ഡിഫൻസീവ് പുഷ് ബൗണ്ടറി കടന്നു. കൂടാതെ സച്ചിൻ്റെ ട്രേഡ് മാർക്ക് സ്ട്രെയിറ്റ് ഡ്രൈവും. സച്ചിൻ ഫാൻസിന് ഒരിക്കലും മറക്കാനാവാത്ത വിഷ്വൽ ട്രീറ്റായിരുന്നു ആ മാച്ച്. ഇപ്പോഴത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ പോലെയല്ല. പണ്ടൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടങ്ങളുടെ വീറും വാശിയും ഒന്ന് വേറെ തന്നെയായിരുന്നു. പാകിസ്ഥാനുമായുള്ള മാച്ചിന് മുമ്പുള്ള 3 ദിവസങ്ങളിൽ സച്ചിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വേൾഡ് കപ്പ് ജയിക്കുന്നതിനേക്കാൾ വലിയ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു പാകിസ്ഥാനെ തോൽപ്പിക്കുന്നത്. സയ്യിദ് അൻവർ, ഇൻസമ ഉൽ ഹഖ്, മുഹമ്മദ് യൂസഫ്, ഷാഹിദ് അഫ്രീദി എന്നിവരടങ്ങിയ ശക്തമായ ബാറ്റിംഗ് നിര. വസീം അക്രമും വഖാർ യൂനിസും ഷോയബ് അക്തറും അടങ്ങിയ മാരകമായ ബോളിംഗ് നിര. പിന്നെ അബ്ദുൾ റസാഖ് എന്ന ലോകോത്തര ഓൾറൗണ്ടറും. അന്നത്തെ പാകിസ്ഥാനെതിരെ എത്ര വലിയ ടീമും ഒന്ന് വിറക്കും. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ അൻവറിൻ്റെ സെഞ്ചുറിയുടെ മികവിൽ 273 എന്ന ടോട്ടൽ പടുത്തുയർത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി സച്ചിനും സേവാഗും വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു. അക്തറിൻ്റെ പന്തിൽ തേർഡ് മാൻ മുകളിലൂടെ സച്ചിൻ അടിച്ച 6 ഇപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. സ്കോർ ബോർഡ് 53 എത്തിയപ്പോൾ സേവാഗും ഗാംഗുലിയും തുടർച്ചയായ പന്തുകളിൽ പുറത്തായെങ്കിലും സച്ചിൻ ഒരറ്റത്ത് ആക്രമണ ബാറ്റിംഗ് തുടർന്നു. അന്ന് സച്ചിൻ കളിച്ച ഓരോ ഷോട്ടിലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. കവർ ഡ്രൈവുകളും സ്ട്രെയിറ്റ് ഡ്രൈവുകളും കട്ട് ഷോട്ടുകളും ലെഗ് ലാൻസുമെല്ലാം അടങ്ങിയ മനോഹരമായ ഇന്നിങ്സ് ആയിരുന്നു അത്. കാലിലുണ്ടായ ക്രാംസ് മൂലം ഇന്നിങ്സിൻ്റെ അവസാനം മുടന്തിയാണ് സച്ചിൻ കളിച്ചത്. ഒടുവിൽ 98 റൺസ് എടുത്ത സച്ചിൻ പുറത്തായെങ്കിലും സച്ചിൻ്റെ ഏതൊരു സെഞ്ചുറിയേക്കാളും വിലമതിക്കാനാവാത്തതായിരുന്നു ആ ഇന്നിങ്സ്. സച്ചിൻ ഒലോങ്ക പോരാട്ടം മാത്രമായിരുന്നു ഇതിനേക്കാൾ എനിക്ക് ആവേശം തന്ന മറ്റൊരു ഇന്നിങ്സ്. വേൾഡ് കപ്പ് ഫൈനൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ക്യാപ്റ്റൻ റിക്കി പോണ്ടിങ്ങിൻ്റെ ഉജ്ജ്വല സെഞ്ചുറി കരുത്തിൽ 359 എന്ന കൂറ്റൻ സ്കോർ നേടി. ടൂർണമെന്റിലുടനീളം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച സച്ചിനിലായിരുന്നു ഇന്ത്യയുടെ പ്രതീക്ഷ. ഗ്ലെൻ മഗ്രാത്ത് എറിഞ്ഞ ആദ്യ ഓവറിലെ 4-ാം പന്തിൽ 4 അടിച്ച സച്ചിൻ തുടങ്ങിയെങ്കിലും 5-ാമത്തെ പന്തിൽ ഒരു മിസ് ടൈം ഫുൾ ഷോട്ടിൽ സച്ചിൻ പുറത്തായി. അന്ന് കരയാത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുണ്ടാകില്ല. 21 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഒരു നീറ്റലായി നെഞ്ചിൽ തന്നെയുണ്ട് വേൾഡ് കപ്പ് ഫൈനലിലെ തോൽവിയും സച്ചിൻ്റെ പുറത്താകലും. 2011 ഇന്ത്യ ലോക കിരീടം നേടിയപ്പോൾ 482 റൺസുമായി സച്ചിനായിരുന്നു ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. സ്വല്പം വൈകിയാണെങ്കിലും വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കാൻ സച്ചിൻ എന്ന ക്രിക്കറ്റ് ദൈവത്തിന് കഴിഞ്ഞു.